പ്രൈസ് ലോർഡ്. മോർണിംഗ് റേമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നെ ശബ്ദ സന്ദേശത്തോടെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ ഈ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ആമേൻ. സ്തോത്രം. ഏലിയാവിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് താൻ കടന്നു പോയതായ ചില മേഖലകൾക്കകത്ത് ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഇന്ന് പകൽക്കാലം നാം വായിച്ച് കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. പ്രിയ ദൈവവേദന, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും ചില പ്രതിസന്ധികൾ പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ നാം ദിവസത്തിൽ ഇപ്രകാരം പറയേണ്ടത്: മതി ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഈ പ്രശ്നം തന്നത് മതി, എനിക്ക് മടുത്തു, ഇനി എനിക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കത്തില്ല, ഇവിടെ വെച്ച് ഇത് അവസാനിപ്പിക്കണം, ഇവിടെ വെച്ച് എൻ്റെ ജീവൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പിറുപിറുക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ജീവിതത്തിലെ ഏതൊക്കെയോ സാഹചര്യങ്ങൾ പറ്റിയ ആഴത്തിലുള്ള മുറിവ്, അത് മുഖാന്തരമുണ്ടായ ചില വേദനകൾ, ചില മുന്നോട്ട് പോകുവാൻ കഴിയാവുന്നവണ്ണമുള്ള പ്രതിസന്ധികൾ, അതിനു മധ്യത്തിൽ മതി ദൈവമേ, മടുത്തു എന്ന് പറഞ്ഞ് വളരെയധികം ഭാരത്തോടെ വ്യാകുലതയോടെയാണ് പ്രിയ ദൈവമക്കളെ ഇന്ന് പകൽക്കാലം നിങ്ങളായിരിക്കുന്നതെങ്കിൽ ദൈവവചനം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആമേൻ. സ്തോത്രം. ഇവിടെ യഹോവ നമ്മെ ധൈര്യപ്പെടുത്തുകയാണ്. നിങ്ങളുടെ വിഷയങ്ങൾ എന്താണ്, നിങ്ങളുടെ പ്രയാസങ്ങൾ എന്താണ്, ആ വിഷയത്തിൻ്റെ അകത്ത് ഭാരപ്പെടാതെ, പ്രയാസപ്പെടാതെ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക. ആമേൻ. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാനായി സാധിക്കുന്നുണ്ട്: ദൈവം യോസേഫിനോട് കൂടെയിരുന്നു. യോസേഫിൻ്റെ ജീവിത പശ്ചാത്തലത്തിൽ ചില പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ അവൻ്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നപ്പോഴും ദൈവവചനം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ സകല വിഷയങ്ങൾക്കകത്തും ദൈവം അവനോട് കൂടെയിരുന്നു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുന്ന വിഷയത്തിൻ്റെ മധ്യത്തിൽ ദൈവം നമ്മോട് കൂടെ ഇരിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. സ്തോത്രം. പഴയ നിയമ പുസ്തകം പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതായിട്ടും നോഹ ദൈവത്തോട് കൂടെ ആയിരുന്നതൊക്കെ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. എന്നാൽ അവൻ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ യോസേഫിൻ്റെ കൂടെ ദൈവം ഇരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ നാം ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെ ഇരിക്കുവാനായിട്ട്, നമ്മുടെ വിഷയങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുവാനായിട്ട് ഇടയെത്തിരും. ഹല്ലേലൂയ. അതേ പ്രിയരെ, ഇന്ന് പകൽക്കാലം നാം കടന്നു പോകുന്ന വിഷയത്തിൻ്റെ മധ്യേ ദൈവം നമ്മോട് കൂടെ ഇരിക്കുവാനായിട്ട് ഇടയായിത്തീരും. മതി കർത്താവേ, മടുത്തു, ഇനി എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് വളരെയധികം ഭാരത്തോടെ, പ്രയാസത്തോടെ, ആത്മഹത്യയ്ക്ക് പോലും പദ്ധതികൾ ഇട്ടുകൊണ്ട് ഞെരുങ്ങുന്ന ചില വിഷയങ്ങൾക്ക് മധ്യേ ഇന്ന് പകൽക്കാലം ദൈവം നമ്മോട് കൂടെ ഇരിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഒരു പക്ഷേ ഇന്ന് പകൽക്കാലം നിങ്ങൾ തകർന്നിരിക്കുന്ന മേഖലകളെക്കുറിച്ച്, അല്ലെങ്കിൽ തകർന്നിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് നിങ്ങളുടെ കൂട്ടു സഹോദരങ്ങളോടോ, നിങ്ങളുടെ മാതാപിതാക്കളോടോ, സഹോദരങ്ങളോ ആരോടത്തും പറയാൻ പറ്റാതിരിക്കുന്ന വിഷയങ്ങളായിരിക്കാം. ഇന്ന് പകൽക്കാലം ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. മതി കർത്താവേ, മടുത്തു എന്ന് പറയുന്ന, അല്ലെങ്കിൽ വ്യാകുലപ്പെട്ടിരിക്കുന്ന വിഷയത്തിന് മധ്യേ ദൈവം ഇറങ്ങി പ്രവർത്തിപ്പാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് കടന്നു വരുന്നത്, ചില പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് കടന്നു വരുന്നത് അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരിക്കാം. സ്തോത്രം. ചിലതിലൂടെ കടത്തി വിട്ടാൽ മാത്രമേ മറ്റൊരു തലത്തിലേക്ക് ദൈവത്തിന് നമ്മെ കയറ്റുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ചില തീച്ചൂളുടെ അനുഭവത്തിലൂടെ കടന്നു പോയാൽ മാത്രമേ ചിലതിൽ നിന്ന് പുറത്തു വരുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. ഒരു പൊന്നുപോലെ പുറത്തു വരേണ്ടതിന് ചില പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം അയക്കുമ്പോൾ ദിവസത്തിൽ പിറുപിറുക്കരുതേ. ദിവസത്തിൽ പ്രാർത്ഥനയോടെ, ദിവസത്തിൽ ഉപവാസത്തോടെ, കണ്ണുനീരോടെ ദിവസങ്ങളിലായിരിക്കും ഈ ദിവസങ്ങളിൽ ആ വിഷയത്തിന് മധ്യ ദൈവം നമുക്ക് വേണ്ടി മറുപടി അയക്കുവാനായിട്ട് ഇടയായിത്തീരും. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളടയ്ക്കാമോ? പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കണമേ. നല്ല സമയത്തോട് സ്തുതിക്കുന്നു, നല്ലൊരു പ്രഭാതത്തിന് നന്ദി പറയുന്നു കർത്താവേ. മതി കർത്താവേ, മടുത്തു എന്ന് പറഞ്ഞ് കർത്താവേ വളരെയധികം ഭാരത്തോടെ, പ്രയാസത്തോടെ കർത്താവേ ഞരങ്ങുന്ന അങ്ങയുടെ മക്കളെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹൃദയങ്ങൾക്കകത്തൊരു സമാധാനവും സന്തോഷവും ദൈവം പകരുമാറാകണം. ഈ ദിവസങ്ങളുടെ വിഷയത്തിന് മധ്യ ദൈവത്തിൻ്റെ കരം ചലിക്കുമാറാകണം. സകല വിഷയങ്ങളും ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.